ഒരാൾക്ക് നമസ്കരിക്കാൻ ശേഷിയില്ല, നിൽക്കാൻ കഴിയൂല, ഫിൽ ഫരീളത്തി, നിർബന്ധമായ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ നിന്ന് നിസ്കരിക്കാൻ അയാൾക്ക് കഴിയൂല, അയാൾ അശക്തിയുള്ളവനാണ് എങ്കിൽ സ്വല്ലാഹ ഖാഇദ, അയാൾ ഇരുന്ന് നമസ്കരിക്കട്ടെ. വലാ ഇആദത അലൈഹി, അങ്ങനെ അയാൾ ഇരുന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് അതിന് കഴിവുള്ള സമയത്ത് അത് മടക്കി നമസ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു ഇളവാണ്. അല്ലാഹ് അങ്ങനെ ഒരുപാട് ഇളവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ മതം കാരുണ്യത്തിൻ്റെ മതമാണ്. ആരെയും പ്രയാസപ്പെടുത്തുന്നൊരു നിയമവും അള്ളാഹുവിൻ്റെ മതത്തിലില്ല. സുബ്ഹാനല്ലാഹ്. ഓരോ രംഗവും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഇമാം നവവി റഹ്മഹുല്ല തുടരുന്നത് ഇങ്ങനെയാണ്: ഖാല അസ്ഹാബുന, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വലാ യൻഖുസു സവാബുഹു അൻ സവാബിഹി ഫി ഹാലിൽ ഖിയാമി. അതായത് ഒരാൾ ഇരുന്ന് നമസ്കരിക്കുകയാണ്. ഇരുന്ന് നമസ്കരിക്കുമ്പോൾ അയാൾക്ക് ആരോഗ്യമുള്ള സമയങ്ങളിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ലഭിച്ചിരുന്ന പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിൽ നിന്ന് അയാൾക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾ ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ലി അന്നഹു മഅദൂർ, കാരണം അയാൾ ഉദുറുള്ളവനാണ്, കാരണമുള്ളവനാണ്. അപ്പൊ കാരണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തൊക്കെ കാരണങ്ങളാണ്, അതല്ലെങ്കിൽ ഏത് നിലക്കുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇരുന്ന് നമസ്കരിക്കാൻ പറ്റുക? ആ ഉദുറുകൾ ഏതൊക്കെയാണ്? മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു 3-4 പ്രധാനമായ കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഐ അജിസ അനിൽ ഖിയാം, നിൽക്കാൻ കഴിയൂല, ഒരാൾക്ക് തീരെ നിൽക്കാൻ കഴിയൂല, അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം, വിശദീകരണം ആവശ്യമില്ലല്ലോ. രണ്ടാമത്തേത് ഐ യസീദ ബിഹിൽ മറദ്, ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ കഴിയും, പക്ഷേ അയാൾ നിന്ന് നമസ്കരിച്ചാൽ രോഗിയാണ്, അയാളുടെ രോഗം വർദ്ധിക്കും. നിന്നാൽ അയാൾക്ക് അയാളുടെ രോഗത്തിൽ വർധനവുണ്ടാകുമെന്ന ഒരു ഭയപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അയാൾക്ക് ഇരിക്കാം. അതേപോലെ മൂന്നാമത്തേത് അയ്യതഅഖറ അനിശ്ശിഫ, അതല്ലെങ്കിൽ അയ്യതഅഖറ ബിഹിശ്ശിഫ, ഒരാൾ നിന്ന് നമസ്കരിക്കുന്നു, പക്ഷെ അയാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് രോഗമുണ്ട്, അയാളുടെ രോഗം ശമനമാകാൻ ഇനിയും സമയം ഒരുപാടെടുക്കും, വൈകിപ്പോകും. അങ്ങനെയുള്ള സാഹചര്യമുണ്ടെങ്കിൽ, ശമനം വൈകുമെന്ന് ഭയപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാവുന്നതാണ്. അതേപോലെ നാലാമത്തെ ഒരു കാരണം യശുക്ക അലൈഹി മശഖത്തൻ ശദീദ, ഒരാൾക്ക് നിൽക്കാൻ കഴിയും, പക്ഷെ നിന്ന് നമസ്കരിക്കുമ്പോൾ വല്ലാത്ത പ്രയാസമാണ്. ഒരു വേള അയാൾ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരത്തിൽ മനസാന്നിധ്യം വരെ അയാൾക്ക് കിട്ടുകയില്ല. അയാളുടെ മനസ്സ് എപ്പോഴും വല്ലാത്ത അസ്വസ്ഥത, കാരണം നിൽക്കുമ്പോൾ ശരീരം വേദനിക്കുന്നുണ്ട്. ആ വേദന വരുമ്പോൾ നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായ മനസാന്നിധ്യം, ഖുശൂഅ് നഷ്ടമാകാൻ കാരണമാകുന്നുവെങ്കിൽ അയാൾക്ക് ഇരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വളരെ അനിവാര്യമായ കാരണങ്ങളുണ്ടെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം എന്നല്ലാതെ ശേഷിയുള്ള ഒരാൾ നിർബന്ധ നമസ്കാരങ്ങൾ ഇരുന്ന് നമസ്കരിക്കുക എന്നത് വളരെ ഗൗരവമായ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ രോഗിയായ ഒരു സാഹചര്യത്തിൽ സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്സലാ, എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ ചോദിച്ചു. സ്വഹാബി പറയാൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വല്ലി ഖായിമ, നീ നിന്നുകൊണ്ട് നമസ്കരിക്കണം. ഫഇല്ലം തസ്തതി, ഇനി നിനക്ക് നിൽക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഫഖായിദ, ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ഫഇല്ലം തസ്തതി, ഇനി ഇരുന്നു നമസ്കരിക്കാൻ നിനക്ക് സാധ്യമല്ലെങ്കിൽ ഫഅലാ ജംബിൻ, കിടന്നുകൊണ്ടെങ്കിലും നമസ്കരിക്കണം. കിടന്നുകൊണ്ടെങ്ങനെ നിസ്കരിക്കുക? കിടന്നുകൊണ്ട് നമുക്ക് കൈകെട്ടാം, ബാക്കി സുജൂദ് റുക്കൂ ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആ മനസ്സിൽ വിചാരിച്ച് ചൊല്ലിയാൽ മതി. പക്ഷേ എന്നാലും നമസ്കാരത്തിൽ എന്തില്ല? ഒരിക്കലും വിട്ടുവീഴ്ചയില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകളൊക്കെ രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ രോഗിയായി വീട്ടിലാണെങ്കിൽ
പലരും ചെയ്യുന്ന ധാരാളം ആളുകൾ, അധികം ആളുകൾ ചെയ്യാറുള്ളത് എന്താ? നിസ്കരിക്കൂല. അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കിട്ടിയവരല്ലാതെ നിസ്കരിക്കൂല. ചിലരൊക്കെ കിടക്കുന്ന രോഗികളായിരിക്കും. അവർ വിചാരിക്കുന്നത് ഈ രോഗമായി കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ട, നിസ്കരിക്കണ്ട, ഞാൻ കിടക്കല്ലേ, എനിക്ക് ഒന്നും എടുക്കാൻ പറ്റൂല, അതല്ലെങ്കിൽ മറ്റുള്ള എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ കിടക്കല്ലേ എന്നൊക്കെ വിചാരിക്കും. പറ്റൂല, അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണത്. നമുക്ക് ബോധമുണ്ടെങ്കിൽ, ഒരു രോഗിയാണ്, അയാൾ തീരെ ബോധമില്ലാതെ കിടക്കുകയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിനത് ബാധ്യതയല്ല. നേരെ മറിച്ച് ബോധമുണ്ട്, ഒരു രോഗി കട്ടിലിൽ കിടക്കുകയാണ്, റെസ്റ്റിലാണ്, ഹോസ്പിറ്റലിലാണ്, എവിടെയാണെങ്കിലും അയാൾക്ക് കഴിയുന്ന നിലക്ക് തയമ്മും ചെയ്തിട്ടെങ്കിലും അയാൾ നിസ്കരിക്കണം, വീഴ്ച വരുത്താൻ പാടില്ല. ഇതൊക്കെ നമുക്ക് സമൂഹത്തിൽ വരുന്ന ഗുരുതരമായ പിഴവുകളാണ്. ചില രോഗികളാണെങ്കിൽ നിസ്കരിക്കും, പക്ഷേ അയാളുടെ നമസ്കാരത്തിൽ കൃത്യത ഉണ്ടാവില്ല. അതെന്താ? നമസ്കാരത്തിൽ വേണ്ടത്ര കൃത്യമായ രൂപത്തിൽ അത് ശ്രദ്ധിച്ച് നിസ്കരിക്കൂല. ചില രോഗികൾ നമസ്കാരം പിന്തിപ്പിക്കും, കാരണങ്ങൾ കൂടാതെ. രോഗിയല്ലേ എന്നുള്ളൊരു തോന്നലാണ്, കൃത്യസമയത്ത് നമസ്കരിക്കൂല. വേറെ ചില ആളുകൾ രൂപങ്ങളിലും അതേപോലെ നമസ്കാരത്തിൻ്റെ അനിവാര്യമായ ഘടകങ്ങളിലുമൊക്കെ വീഴ്ച വരുത്തിക്കൊണ്ട് നിർവഹിക്കുന്ന രോഗികളുമുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അധികം ആളുകൾക്കും സംഭവിക്കുന്നൊരു പിഴവാണിത്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയെ സന്ദർശിച്ചു. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ മരീലൻ, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ആ സന്ദർശിക്കുന്ന സമയത്ത് ഫറആഹു യുസല്ലി അലാ വിസാദത്തിൻ, രോഗി നമസ്കരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. അപ്പൊ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം സുജൂദ് ചെയ്യണം, ഭൂമിയിൽ അയാൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ഉയർന്ന എന്തോ ഒരു സാധനം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വിസാദ, ഒരു തലയിണയും വെച്ച് ആ തലയിണയിലേക്ക് ഇങ്ങനെ സുജൂദ് ചെയ്യുകയാണ് അദ്ദേഹം. ഇരുന്നിട്ട് നിസ്കരിക്കുമ്പോൾ ഉയർന്ന ഭാഗത്ത് തലയിണ വെച്ച് അതിലേക്കാണ് സുജൂദ് ചെയ്യുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തലയിണ എടുത്തിട്ട് എറിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സ്വല്ലി അലൽ അർദ്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഭൂമിയിൽ തന്നെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത്. ഇനിസ്തതഅത, നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ. വ ഇല്ല, ഇനി ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല, അതല്ലെങ്കിൽ ഭൂമിയിൽ നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ ഫഔമി ഈമാൻ, നിങ്ങൾ ആംഗ്യം കാണിച്ചാൽ മതി. അതെങ്ങനെയാണ് ആംഗ്യം കാണിക്കൽ? വജഅൽ സുജൂദക അഖ്ഫള മിൻ റുകൂഇക്, നിങ്ങളുടെ സുജൂദ് റുകൂഇനേക്കാൾ ഒന്നുകൂടെ താഴ്ന്നാൽ നിങ്ങൾക്ക് സുജൂദായി. ഇപ്പൊ ഇരുന്ന് നിസ്കരിക്കുന്ന ആള് തലയിണ വെച്ച് ഇങ്ങനെ കൃത്രിമത്വം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ ചെയ്യേണ്ടത് എന്താണ്? അയാൾ കൈകെട്ടി നിസ്കരിക്കുന്നു, നിസ്കരിക്കുമ്പോൾ അയാൾ റുക്കോയിൽ പോകുന്നു. അപ്പോൾ റുക്കോയിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ റുക്കോയിൽ ചെയ്യുന്നു. പിന്നീട് അയാൾക്ക് സമി അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞ് സുജൂദിലേക്ക് പോകണം. അപ്പൊ അയാൾ എന്താ ചെയ്യേണ്ടത്? റുക്കോയിൽ നിന്ന് റുക്കോയിലേക്ക് പോയില്ലേ, അതിനേക്കാൾ ഒന്നുകൂടെ താഴ്ന്നാൽ സുജൂദായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജഅൽ സുജൂദക അഖ്ഫള മിൻ റുകൂഇക്, റുക്കോയിനേക്കാൾ ഒന്നുകൂടെ താഴ്ന്നാൽ സുജൂദായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാം എത്ര എളുപ്പമാണ്. അപ്പം അങ്ങനെ ഒരു ഉയർന്ന എന്തെങ്കിലും തലയിണ മെറ്റ വെച്ചൊന്നും രോഗികൾ എന്ത് ചെയ്യേണ്ടതില്ല, സുജൂദ് ചെയ്യേണ്ടതില്ല. സുജൂദ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവിടെ തന്നെ ചെയ്യേണ്ടത് ഭൂമിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമസ്കാരത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഖുർആൻ പാരായണത്തിൽ പല ആളുകൾക്കും വീഴ്ചകൾ, പിഴവുകളൊക്കെ സംഭവിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതാണ്. പക്ഷേ ആ നമ്മൾ നമസ്കാരത്തിൽ നിർബന്ധമായും പാരായണം ചെയ്യേണ്ട റുക്കിനായ സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹ പോലും അക്ഷരത്തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവാണ്. ധാരാളം ആളുകൾക്ക് അറിയട്ടോ, അവരെ ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല. പക്ഷേ അവരെ അപേക്ഷിച്ച് ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അവർ ഓതുമ്പോൾ ഹർക്കത്തുകളിൽ മാറ്റം വരുന്നു, അക്ഷരത്തെറ്റുകൾ ഉണ്ടാകുന്നു, അക്ഷരഭേദം വരുന്നു. അങ്ങനെ ഹർക്കത്തുകളൊക്കെ മാറ്റി ഓതിയാൽ എന്താ ഉണ്ടാവുക? അർത്ഥത്തിൽ തന്നെ മാറ്റം വരും. ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്നതിന് പകരം ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബൽ ആലമീൻ, റബ്ബി എന്ന് പറയേണ്ടടുത്ത് റബ്ബ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. അർ റഹ്മാൻ റഹീം എന്നാണ് ഓതേണ്ടത്. പക്ഷേ അർ റഹ്മാൻ റഹീം, ഇങ്ങനെയൊക്കെ പല ഈ തെറ്റുണ്ട് എന്നല്ല പറയണേ, സമാനമായ തെറ്റുകൾ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക?
നന്നായി ഖുർആൻ ഓതാൻ അറിയുന്ന, അതല്ലെങ്കിൽ അക്ഷരത്തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരു ഉസ്താദിൻ്റെ, ഒരു അധ്യാപകൻ്റെ മുമ്പിൽ പോയി നമ്മുടെ ഖുർആൻ പാരായണം അയാളെ ഒന്ന് കേൾപ്പിച്ച്, ഞാൻ ഈ ഓതുന്നതിൽ ഉസ്താദെ വല്ല പിഴവുമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയാൻ, അതല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കാൻ എത്ര സമയം നമുക്ക് വേണം? വളരെ കുറഞ്ഞ സമയം. ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇരിക്കണ അത്ര സമയമാണോ? വേണ്ട. 7 ആയത്ത് മാത്രമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത്. ആ 7 ആയത്ത് ശരിയാക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് മതി, അതല്ലെങ്കിൽ 15 മിനിറ്റ്. വേണ്ട, 1 മണിക്കൂർ എടുത്തോ. ഇനി 1 മണിക്കൂർ വേണ്ട, ഒരു ദിവസം എടുത്തോ. എന്തെടുത്തൂടെ? ശരിയാക്കിക്കൂടെ? 5 നേരങ്ങളിൽ നമുക്ക് നിസ്കരിക്കേണ്ടതല്ലേ? ഐച്ഛികമായി വേറെയും വേണ്ടേ? നാളെ പരലോകത്ത് സ്വീകരിക്കേണ്ടതല്ലേ നമ്മുടെ കർമ്മം? എത്രത്തോളം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ തെറ്റ് വന്നാൽ, അക്ഷരഭേദം വന്നാൽ, ഹർക്കത്തുകളിൽ മാറ്റം സംഭവിച്ചാൽ അയാളുടെ നമസ്കാരം തന്നെ സ്വീകരിക്കുകയില്ലെന്ന് പറഞ്ഞ പ്രാമാണികരായ പണ്ഡിതന്മാരെ വരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമാണ്. നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ ആരാധനകളെല്ലാം, ഇബാദാത്തുകളെല്ലാം ചൈതന്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പിഴവുകളൊക്കെ നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. നമുക്ക് വഴിയെ ഓരോന്ന് വിശദീകരിക്കാം. എന്നിട്ട് അവസാനം നമുക്ക് നമസ്കാരത്തിൻ്റെ രൂപവും എങ്ങനെയാണ് എന്ന് നമുക്ക് കാണിക്കാം. എല്ലാം നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങളാണിതെല്ലാം. പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇത്തരം മേഖലകളിലൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നവർക്ക് നമ്മുടെ ഈ ക്ലാസ് ഷെയർ ചെയ്യുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രബോധന സംരംഭത്തിൽ പങ്കുകൊള്ളാൻ നിങ്ങൾക്കും അവസരം തരട്ടെ. അല്ലാഹു ഇത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതൊരു സൽക്കർമ്മമായി അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ തുലാസിൽ ഘനം തൂങ്ങുന്നൊരു കർമ്മമായി അല്ലാഹു നമ്മളിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ.